രാസോർജമോ? ആ രാസോർജമാണ് നമ്മൾ കെമിക്കൽ എനർജി എന്ന് പറയത്തില്ലേ. എന്താണ്? ആ രാസഫലം, എന്താ? രാസതന്ത്രം ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ധാരാളം പരിചിതമാണല്ലോ. അപ്പോൾ ഓരോന്നിലും വൈദ്യുതപ്രവാഹത്തിൻ്റെ ഫലങ്ങൾ സയൻസ് ഇയറിൽ എഴുതുക. വൈദ്യുതിയുടെ രാസഫലം, രാസ ഊർജം. അതായത് അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഈ ഞാൻ മാത്സ് മാത്രം നോക്കി പോയതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന എന്താണ് സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര ഒത്തിരി മറന്നുപോയി. എങ്കിലും ഞാൻ എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഇതിനകത്ത് കറണ്ട് ഉണ്ടല്ലോ, ഈ നമ്മൾ പ്ലഗിനകത്ത്. ആ കറണ്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബാറ്ററിയിൽ ഈ ചാർജുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ബാറ്ററി ഈ എന്താണ് കറണ്ടിനകത്ത് ആരാണുള്ളത്? ഇലക്ട്രോൺസ്. കിട്ടിയോ? ഈ കറണ്ടിനകത്ത് ആരാണുള്ളത്? ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്ത് വെക്കും? ഈ ബാറ്ററിക്കകത്ത് സേവ് ചെയ്ത് വെക്കും. അത് ചിലപ്പം ഈ ഇലക്ട്രോൺസിനെ ചിലപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കണമെന്നില്ല സ്റ്റോർ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും പ്രോസസ്സ് വെച്ചിട്ടായിരിക്കാം അതിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകാതെയും നഷ്ടപ്പെടാതെയും ആയിരിക്കാം എന്ത് ചെയ്യുന്നേ, ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തുണ്ടാവും? ബാറ്ററികളുണ്ടാവും അല്ലേ? ആ ബാറ്ററിക്കകത്തൊക്കെ എന്തൊക്കെ ഉണ്ടാവും? ഈ കാർബണിൻ്റെ, ഈ ബാറ്ററികളൊക്കെ കൂടുതലും നിർമ്മിക്കുന്നത് കാർബൺ അതിനകത്തൊരു പ്രധാന ഘടകമായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് എന്താണ് ഭയങ്കര കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറയാം. നമ്മൾ ഈ വാങ്ങിക്കുന്ന ബാറ്ററികളൊക്കെ ഉണ്ടല്ലോ, എവിടെ കടയിൽ നിന്നൊക്കെ, അതിനകത്തൊക്കെ കാർബണിൻ്റെ അംശം കൂടുതലല്ലേ? കറുത്ത ഒരു പൊടി അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അതിനകത്ത് ഉണ്ടോ കറുത്തൊരു ദണ്ട് പോലത്തെ അങ്ങനെയൊക്കെ സംഭവം ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഈ ബാറ്ററിയൊക്കെ അഴുകി ചീഞ്ഞു പോകുമ്പോൾ അതിൻ്റെ നടുക്കൊരു ഇങ്ങനൊരു സാധനം, ഒരു കറുത്ത സാധനം കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടുതലും കാർബൺ ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ ഈ പറയുന്ന ഈ ബാറ്ററിക്കകത്തുള്ള ഏതെങ്കിലും വേറെ എന്തെങ്കിലും മൂലകങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യും? പിടിച്ചു നിർത്തും. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ചിലപ്പോൾ മറ്റ് മൂലകങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. ആ പാർട്ടിക്കിൾസുമായിട്ട് ഏത് ചേർന്നിരിക്കും? ഇലക്ട്രോൺസ് അതിൽ ചേർന്നിരുന്നോളും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. പിടികിട്ടിയോ? അപ്പോൾ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഊർജ രൂപത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? രാസോർജമായിട്ട് പറയുന്നത്. ഏകദേശം എനിക്ക് എൻ്റെ ഒരു മനസ്സിലാക്കലിൽ നിന്ന് ഞാൻ പറഞ്ഞു. അത് അങ്ങ് ക്ലിയറാ എന്തോ കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ ടീച്ചറിനോട് ചോദിച്ചു തന്നെ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ എഴുതിക്കോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്താണ് ഭൗതിക ശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞ പ്രധാനമായിട്ടും പറയുന്ന പഠിക്കേണ്ട കാര്യം, ഒരു ഊർജം പല രൂപത്തിലുണ്ട്. ഊർജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. പിടികിട്ടിയോ? അപ്പോൾ ഊർജത്തിന് ഇങ്ങനെ നോട്ട് എഴുതി വെച്ചോ. ഭൗതിക ശാസ്ത്രം, ഊർജം. ഞാനിപ്പോൾ എഴുതിയല്ലോ, ഊർജം പല രൂപങ്ങൾ. ഊർജം രൂപം മാറ്റാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിൽ വേണം എഴുതി വെച്ചിരുന്നാൽ മതി, ഊർജത്തെ നശിപ്പിക്കുവാനോ ഉണ്ടാക്കുവാനോ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതാണ് ഐൻസ്റ്റീൻ കേട്ടോ. ഊർജത്തിനെ നശിപ്പിക്കാനും ഉണ്ടാക്കാനും സാധ്യമല്ല, പകരം ഊർജത്തിനെ ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ആ പോയിന്റിൽ എഴുതിയാൽ മതിയാവും. നശിപ്പിക്കാനും ഉണ്ടാക്കാനും സാധിക്കില്ല എന്നാ പറയുന്നത്. അതൊക്കെ ആലോചിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നിടത്ത് ഒരു കാറ്റാടി മരം കൊണ്ടുവച്ചു. അപ്പോൾ ഈ കാറ്റാടി മരം കറങ്ങി 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 എന്തുണ്ടാക്കും? കറണ്ട് ഉണ്ടാക്കും. പിടികിട്ടിയോ? അപ്പോൾ ഈ പറയുന്ന കാറ്റിൻ്റെ ഗതികോർജം
ആ അങ്ങനെ ആയിരിക്കണം. കാറ്റ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ. ഈ ഗതികോർജം എന്തായിട്ട് മാറുക? വൈദ്യുതോർജ്ജമായിട്ട് ഇവിടെ മാറുവാണ്. പിടികിട്ടിയോ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ. പിന്നെന്താണ്? സൈക്കിള് ചവിട്ടുന്നു. സൈക്കിള് ചവിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്ത് ഡൈനോമോ എന്ന് പറയുന്നത്, അതായത് സൈക്കിളിന് ഒരു ലൈറ്റ് കാണുമല്ലോ. പണ്ട് ഡൈനോമോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൈക്കിളിൽ എങ്ങനെയാണെന്ന് ഞാൻ, ഇപ്പോൾ ഇലക്ട്രിക്കൽ സൈക്കിളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് തന്നെ ലൈറ്റ് കത്തുമായിരിക്കും. പണ്ട് ഡൈനോമോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ആ ഡൈനോമോ ഈ ടയറിലോട്ട് മുട്ടിച്ച് കഴിയുമ്പോൾ ഈ ടയർ ഇങ്ങനെ കറങ്ങും തോറും ഈ ഡൈനോമോ ആ ടയറെ ഇങ്ങനെ മുട്ടി മുട്ടി കറങ്ങാൻ തുടങ്ങും. അങ്ങനെ ആ കറക്കത്തിൽ നിന്ന് എന്തുണ്ടാകും? കരണ്ട് ഉണ്ടാകും. ഈ കരണ്ട് ഈ പറയുന്ന സൈക്കിളിൻ്റെ ബൾബ് എന്ത് ചെയ്യും? പ്രകാശിപ്പിക്കുമായിരുന്നു. പിടികിട്ടിയാ? അപ്പം അങ്ങനെയും കരണ്ട് ഉണ്ടാക്കും. അവിടെയും ഇത് തന്നെയാണ്. ഗതികോർജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയും ആ വൈദ്യുതോർജ്ജം ഇവിടുത്തെ ലൈറ്റിൽ കത്തുമ്പോൾ പ്രകാശോർജ്ജമായി മാറുകയും ചെയ്യും. കണ്ടോ? മനസ്സിലായി? അങ്ങനെ ഓരോ സംഭവം നമ്മൾ എടുത്തു വെച്ച് നോക്കണം. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ മോട്ടർ അടിക്കുക എന്ന് വെച്ചോ. വീട്ടിൽ എന്തുണ്ട്? വീട്ടിൽ നമുക്ക് ടാങ്കുണ്ട്, ഒരു മോട്ടറുണ്ട്, കിണറോ പൈപ്പോ എന്തെങ്കിലും കാണും. ഈ കിണറ്റിനകത്തു നിന്ന് ഈ മോട്ടർ എന്ത് ചെയ്യും? ഈ വെള്ളത്തെ എടുത്ത് എവിടെ കൊണ്ട് കൊടുക്കും? ടാങ്കിനകത്ത് നിറയ്ക്കും. അപ്പം നോക്കുക, ഇവിടെ വെള്ളം കിടക്കുവാണ്. ഈ വെള്ളം കിടക്കുമ്പോൾ അത് സ്ഥിതികോർജം എന്ന് വേണേൽ പറയാം. സ്ഥിതികോർജം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഊർജ്ജമൊക്കെ ഉണ്ടോ? ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം അത് കേട്ടോ. അതൊക്കെ ചോദിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ കിണറ്റിനകത്ത് വെള്ളം ഇങ്ങനെ വെറുതെ കിടക്കുവാണെന്ന് വെച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുമല്ലേ. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടെ സ്ഥിതികോർജം എന്നൊരു ഊർജ്ജം ഉണ്ടോ എന്ന് ടീച്ചറിനോട് ചോദിക്കണം കേട്ടോ. ഇത് ഞാൻ എവിടേക്കോ കേട്ടിട്ടുള്ളൊരു ഇത് വെച്ചിട്ടാണ്. പണ്ട് ഈ എന്താണ് PSCയുടെ SSCയുടെ ഒക്കെ എക്സാമിനകത്ത് ഇങ്ങനെ സ്ഥിതികോർജം, അതായത് ടാങ്കിനകത്ത് വെള്ളം ഇരിക്കുമ്പോൾ അത് സ്ഥിതികോർജം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എവിടെയോ പറഞ്ഞ് കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ സ്ഥിതികോർജം എന്ന് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഊർജ്ജം ഉണ്ടോ എന്ന് ചോദിക്കണം. അതായത് ഒരു വസ്തു ഒരു സ്ഥലത്ത് അങ്ങനെ അനങ്ങാതെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെയും കൊണ്ട് തിരുത്തി പഠിപ്പിച്ചു തരണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കിണറ്റിൽ കിടക്കുന്ന വെള്ളത്തിനെ ഈ മോട്ടർ ഉപയോഗിക്കുന്നു. മോട്ടർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ ഊർജ്ജങ്ങൾ വേണ്ടി വരും? മോട്ടർ ഉപയോഗിക്കണമെങ്കിൽ എന്തോ വേണം? വൈദ്യുതി, കറണ്ട് വേണം അല്ലേ? അപ്പം വൈദ്യുതോർജ്ജം വേണം. ഈ വൈദ്യുതി എന്ത് ചെയ്യുന്നത്? ഈ മോട്ടറിനെ എന്ത് ചെയ്യും? കറക്കും അല്ലേ? ആ കറക്കുമ്പോഴാണല്ലോ ഇവിടുന്ന് വെള്ളം ഈ പൈപ്പിൽ കൂടെ കയറി ടാങ്കിൽ ചെല്ലുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വൈദ്യുതോർജ്ജം മോട്ടറിനെ കറക്കുമ്പോൾ അതെന്തായിട്ട് മാറും? എന്തൂർജ്ജമായിട്ട് മാറും? യാന്ത്രികോർജ്ജം. എപ്പോഴതോ ആലോചിച്ചണം കേട്ടോ. എന്തെങ്കിലും യാന്ത്രിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് യാന്ത്രികോർജ്ജമായിട്ട് മാറും. കറണ്ടായിട്ട് തന്നെ എപ്പോഴും ഇരിക്കത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് യാന്ത്രികോർജ്ജമായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തെ ഈ പൈപ്പ് എടുത്തുകൊണ്ട് പോയി ഈ ടാങ്കിൽ കൊണ്ടുവെക്കും. ശരിയല്ലേ? അപ്പോൾ ടാങ്കിൽ ഇവിടെ കിടക്കുമല്ലേ, വെറുതെ കിടക്കുമല്ലേ. അപ്പോൾ അതെന്തൂർജ്ജമായി? സ്ഥിതികോർജ്ജമായി വീണ്ടും. മനസ്സിലായോ? ഇവിടുത്തെ സ്ഥിതികോർജ്ജനെ എടുത്തുകൊണ്ട് പോയി ഇവിടെ കൊണ്ടുവച്ചു. അന്നേരം അവിടെ വെറുതെ ഇരിക്കുമല്ലേ, സ്ഥിതികോർജ്ജം എന്ന് വേണേൽ പറയാം. അപ്പം അതൊന്ന് ക്ലാരിറ്റി വരുത്തിക്കണം, സ്ഥിതികോർജ്ജമൊക്കെ. ഓക്കെ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ എന്താണ്? ഊർജത്തിന് പല രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് എഴുതി വെച്ചു. ഊർജത്തിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ഊർജത്തിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, പകരം അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ കഴിയൂ എന്ന് പറഞ്ഞത് ഐൻസ്റ്റീൻ കേട്ടോ. നീ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റോ? ഇത് ഞാൻ എൻ്റെ ഓർമ്മയെ വെച്ചങ്ങ് പറഞ്ഞ. തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോയി ടീച്ചർമാരോടോ എവിടുന്നാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക. പിന്നെ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണെന്ന് നമുക്കറിയാം. ആ ഇലക്ട്രോൺസ് ബാറ്ററിയിലേക്ക് എന്താണ്
രാസോർജമായിട്ട് മാറ്റപ്പെടുന്നു. ഈ ബാറ്ററിയെക്കുറിച്ചും ഈ നമ്മൾ ഈ പറഞ്ഞ കാറ്റാടി മരം എന്താണ് കാറ്റടിക്കുമ്പോൾ കാറ്റാടി കറങ്ങിയത് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ടീച്ചറിനോട് പോയി ആ സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒക്കെ ചോദിച്ച് കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കതിൽ പറയാനുള്ളത് വൈദ്യുത ഇസ്തിരിപ്പെട്ടി അല്ലേ, നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ, അവിടെ എന്തുവാ സംഭവിക്കുന്നേ? അവിടെ നമ്മൾ പ്ലഗിൽ കുത്തും അല്ലേ, പ്ലഗിൽ കുത്തിയിട്ട് ഈ സാധനം വെച്ച് തേക്കും, ശരിയല്ലേ? തേക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നേ? വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുവാണ്? ഇസ്തിരിപ്പെട്ടിയെ തൊട്ടാൽ എങ്ങനെ ഇരിക്കും? താപോർജ്ജമാക്കി മാറ്റും. മനസ്സിലായോ? അതെന്ത് ഊർജ്ജമാണ് പുറപ്പെടുവിക്കുന്നതെന്ന് നോക്കിയാൽ മതി, അപ്പോൾ ആ ഊർജ്ജ രൂപം പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ നിക്രോം കമ്പി, സർക്യൂട്ടിൽ വൈദ്യുതി നിക്രോം ചൂടായി, നിക്രോം കമ്പിയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ അയൺ ബോക്സിനകത്തുള്ളത്. ഒരു കമ്പി കടന്നു പോവാം, കമ്പി ഇങ്ങനെ ചുരുണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കൊണ്ടത് പെട്ടെന്ന് ചൂടാകും. ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും? താപം ബഹിർഗമിക്കും. അതിന് ഞാൻ വേറൊരു ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയാണ്. നമ്മളിങ്ങനെ നടന്ന് വരുമായിരുന്നു, ദാണ്ട് ഇവിടുന്ന് ഈ ഒരു മരച്ചുവട്ടിൽ നിന്നും, ഇതൊരു മരച്ചുവടാണെന്ന് വിചാരിച്ചു, ഈ മരച്ചുവട്ടിൽ നിന്നും ഇവിടെ ഒരു മലയുണ്ടെന്ന് വിചാരിച്ചു. ഈ മരച്ചുവട്ടിൽ നിന്നും ഒരു നല്ല റോഡാണ്, ഒറ്റ സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മളിവിടുന്ന് ഇങ്ങനെ നടന്ന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മലയുടെ അടുത്തെത്തി. അതേസമയം ഇതേപോലെ വേറൊരു വഴിയുണ്ടെന്ന് വിചാരിച്ചു. ആ വഴി താണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി വേണം ഇവിടെ ചെല്ലാൻ, മലയുടെ അടുത്തെത്താൻ. പിടികിട്ടിയോ? അപ്പോൾ ഇങ്ങനെ പോകുന്നതാണോ നമുക്ക് അധികം ക്ഷീണമില്ലാതെ അങ്ങ് ചെല്ലുന്നത്, അതോ ഇങ്ങനെ പോകുന്നതായിരിക്കുമോ? കയറി ഇറങ്ങി അല്ലേ? അപ്പോൾ ഇങ്ങനെ പോകുന്ന കുറേയും കൂടി ക്ഷീണിക്കാനുള്ള സാധ്യത കൂടുതലാണ്, ഏതിനെ അപേക്ഷിച്ച്? ഇതിനെക്കാട്ടിലും അല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു കരണ്ട് താണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ അവിടെ വലുതായിട്ട് കരണ്ട് നഷ്ടം വരത്തില്ല, ശരിയല്ലേ? ഇലക്ട്രോൺസ് ആയിരിക്കും ഈ പോകുന്നത് അല്ലേ? ഇലക്ട്രോണുകൾ ഇങ്ങനെ ഒഴുകി ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യത്തില്ല? വലിയ ഇലക്ട്രോൺസുകൾ നഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ അത് ക്ഷീണിക്കത്തില്ല. അതേസമയം ആ ചാലകം താണ്ട് ഈ ഷേപ്പിലാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിച്ച് നോക്കൂ, കണ്ടോ? അപ്പോൾ ഈ ഇലക്ട്രോൺസിനൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് കറങ്ങണം. അപ്പോൾ അവർ ക്ഷീണിക്കത്തില്ലേ? ക്ഷീണിക്കുക മാത്രമല്ല, ഇങ്ങനെ കറങ്ങും തോറും ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും? ചൂടിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കിട്ടിയോ? ഓക്കെ. അതിവിടെ നോക്കിയാലും മതി, നമ്മളിങ്ങനെ കയറി ഇറങ്ങി. അപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും, ഇതെന്തോ കയറ്റം ഇറക്കം നമുക്ക് തന്നെ ദേഷ്യവും മുഷിച്ചിലും ഒക്കെ വരത്തില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇലക്ട്രോണുകളുടെ അവസ്ഥ. അവർക്ക് നേരെയുള്ള വയറായിരുന്നുവെങ്കിൽ അവർക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവരുടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നവരുടെ അടുത്ത് കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്കും ദേഷ്യം വരത്തില്ലേ? ആ രീതിയിൽ ചിന്തിച്ചാലും മതി. പിടികിട്ടിയാ? സ്വാഭാവികമായും നിക്രോം കമ്പി താണ്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൂട് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നുണ്ട്. വോൾട്ട് മീറ്റർ എന്താണെന്ന് നോക്കിക്കോണം. പ്രതിരോധം 6 അങ്ങനെയൊക്കെയുള്ള. ജൂൾ എന്താണെന്നറിയോ? പ്രവൃത്തിയെ കുറിക്കുന്ന യൂണിറ്റ് ആയിരിക്കും അല്ലേ? താപത്തിന്റെ അളവ്. അപ്പം അതിൻ്റെ അങ്ങനെ വിഷയത്തിലേക്കൊന്നും ഭയങ്കര ഡീപ്പായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് ഇതിൽ നിന്ന് നോക്കി വെക്കാം. അതാണ്ട് ഇവിടെ ഒരു സിമ്പൽ ഉണ്ടോ? ആർ, പിന്നൊരു ഓമിൻ്റെ സിമ്പലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോക്കകത്ത് എനിക്ക് സ്പെല്ലിങ് തെറ്റിപ്പോയി. OM OHM ആണ് ഓം കേട്ടോ.
OHM ഞാൻ എഴുതി. OHM ഓം. ഞാൻ ഇന്നലെ എല്ലാം എഴുതിയത് OMH എന്നായിരുന്നു എഴുതിയത്. ഇത് തെറ്റാ. പിന്നെ എന്താണ് പറഞ്ഞേ? അപ്പോൾ ഇതാണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അതാണ്ട് കിടക്കുന്നു ഞാൻ മുമ്പേ പറഞ്ഞ സാധനം. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ. അതാണ് ഊർജ സംരക്ഷണ നിയമം കേട്ടോ. അങ്ങനെ ഒരു നിയമമുണ്ട്. അതുകൊള്ളാം. അത് എഴുതി വെച്ചോ. പോയിൻ്റായിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ അതിന് എക്സ്പ്ലനേഷൻ ഒന്നും എഴുതി വെക്കരുത്. എക്സ്പ്ലനേഷൻ നമ്മൾ സ്വന്തമായിട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. ഊർജം പല രൂപങ്ങൾ, ഊർജം മാറ്റാൻ പറ്റും. ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണ്? ഊർജങ്ങൾ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, പകരം ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ആ നിയമത്തെ വിളിക്കുന്ന പേരാണ് ഊർജ സംരക്ഷണ നിയമം. അപ്പോൾ ഊർജ സംരക്ഷണ നിയമം ഐൻസ്റ്റീൻ എന്നും പറഞ്ഞു കൊടുത്തിരുന്നാൽ മതി. ഐൻസ്റ്റീൻ തന്നെയാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അല്ലാതെ ഊർജ സംരക്ഷണ നിയമം ഇതുപോലെ എഴുതണമെന്നില്ല. ഊർജ സംരക്ഷണ നിയമം എന്നുള്ളൊരു പോയിന്റ് എഴുതി വെച്ചാൽ മതി. പിന്നെ ഇവിടെ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു. എന്താണ് വോൾട്ട് മീറ്റർ? അത് എഴുതി വെച്ചോ. വോൾട്ട് മീറ്റർ എന്താണ്? പ്രതിരോധകം എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് അമ്മീറ്റർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആംബിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി കറണ്ട് Q/T ആണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ ഇക്വേഷൻ കേട്ടോ? ഇതൊക്കെ സംശയമാണ്, ചോദിക്കാനുള്ളതാണ്. ചോദിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു തരണം. ഓക്കെ. പിന്നെ ഏതാണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്നത്, ഓരോ കൂളോം ചാർജിന് ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഇത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ല എങ്കിൽ ടീച്ചറിൻ്റെ അടുക്ക പോയി എന്ത് ചെയ്യണം? അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി വരണം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചോ. അതൊരു ചോദ്യമാണ്. പിന്നെ അപ്പോൾ ഒരു കൂളോം ചാർജ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കൂളോം ചാർജ്? പൊട്ടൻഷ്യൽ വ്യത്യാസം, ജൂൾ പ്രവൃത്തി. ഓക്കെ. പിന്നെ കുറേ ഇക്വേഷനൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? V = IR, H = IR IT, അപ്പോൾ H = IR² RT. അതായത് എനിക്കന്ന് H എന്ന് പറയുന്ന ഹീറ്റ്, താപമായിരിക്കണം. I എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഒഴുക്കായിരിക്കാം. ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാം. T സമയവും R എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, കറണ്ട് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ആ കമ്പി നോക്കുമെന്ന്. ചാലകത്തിൽ കൂടി ഇങ്ങനെ ഒഴുകുമ്പോൾ നമ്മൾ അക്കു വലിച്ചു പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ചാലകത്തിൽ കൂടെ ഇങ്ങനെ കറണ്ട് പോവുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ ആര് തടയാൻ നോക്കും? ഈ ചാലകം തടയാൻ നോക്കും. അപ്പം ആ തടയുന്നതിനെയാണ് R കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പ്രതിരോധിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കേണ്ടി വരും. ഹീറ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ I എന്ന് പറയുന്നത് ഈ പറയുന്ന വൈദ്യുതിയുടെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നതാവാം. R എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു പ്രതിരോധം അവിടെ നടക്കും. അത് എത്ര സമയത്തിലാണ് നടക്കുന്നത് എന്നൊക്കെയുള്ളത് വെച്ചിട്ട് നമുക്ക് ആ ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പിടികിട്ടിയോ? ഓക്കെ. ജൂൾ നിയമം എന്താ നടക്കുന്നത്? ജൂൾ നിയമം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തൊക്കെ പഠിച്ചു? ഒന്നും കേട്ടില്ല. ഊർജ സംരക്ഷണ ഊർജത്തിന് പല രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഊർജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു, വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റുന്നതിനെയാണ് ഊർജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഊർജ സംരക്ഷണ നിയമം എന്ന് ചോദിക്കണം. അപ്പോൾ ഊർജ സംരക്ഷണ നിയമത്തെക്കുറിച്ച് നമ്മൾ പറയണം. എന്താണ് ഊർജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ? ഊർജത്തെ നശിപ്പിക്കാനോ ഉണ്ടാക്കുവാനോ സാധിക്കില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ സാധിക്കൂ എന്ന് പറഞ്ഞ ആളാണ് ഐൻസ്റ്റീൻ. അതാണ് ഊർജ സംരക്ഷണ നിയമമായിട്ട് അറിയപ്പെടുന്നത്. ഐൻസ്റ്റീൻ തന്നെയാണെന്ന് അതിൻ്റെ ഓർമ്മ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത്
നിക്രോം കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചൂടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അതിന് ശേഷം പറഞ്ഞത് എന്താണ്, വോൾട്ട് മീറ്റർ എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന എന്താണ് സിമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന അമ്മീറ്ററിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഐ പറയുന്നുണ്ട്, ടി പറയുന്നുണ്ട്, ക്യൂ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് ടീച്ചറിനോട് സംശയം ചോദിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ വേണ്ട പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും എന്നും പറഞ്ഞാണ് ഇത് കൊടുത്തേക്കുന്നത്. ആ എഴുതിയേക്കുന്നതിൻ്റെ നന്നായിട്ട് മനസ്സിലാക്കാൻ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിളുകൾ ടീച്ചറോട് ചോദിക്കാൻ, ഒരു ഉദാഹരണ സഹിതം ഇത് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കണം. ടീച്ചർ അതൊക്കെ പറഞ്ഞു തരും. പിന്നെ ഏതാണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 1818 ജനിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ താപോർജ്ജത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് താപം മൂലമുണ്ടാകുന്ന യാന്ത്രിക ചലനങ്ങളെക്കുറിച്ചും പഠനം നടത്തി. എന്തായാലും പോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ അക്ഷരവും പി എന്താണ്, ഡബ്ല്യു എന്താണ്, ടി എന്താണ്, വി എന്താണ്, ക്യൂ എന്താണ്, അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും ചോദിച്ച് വരണം. എന്നിട്ട് ഹീറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ I²RT ചെയ്താൽ മതി ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ വൈദ്യുതിയുടെ ഒഴുക്കിനെ പറയും. അങ്ങനെ ഒഴുകുമ്പോൾ അവിടെ എന്ത് നടക്കും, ചാലകം അതിനെ റെസിസ്റ്റ് ചെയ്യത്തില്ലേ, തടയത്തില്ലേ. അപ്പോൾ ആ റെസിസ്റ്റൻസ് ആണ് R കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി എത്ര സമയം തടയും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ തടയുമ്പോൾ എത്ര സമയം കൊണ്ടാണ് അത് ചൂടാവുന്നത്, പിടികിട്ടിയ ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് ടൈം അവിടെ വരുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കണം. ഇനി നോക്കൂ, ജൂൾ നിയമം പറയുന്നു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതാണ് ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് നേർ അനുപാതം എന്ന് പറയും. I²RT എന്ന് പറയുന്ന ഇക്വേഷൻ. ഐ എന്ന് പറയുന്ന ആംപെയർ യൂണിറ്റിലുള്ള അപ്പം നേരത്തെ പറഞ്ഞല്ലോ വൈദ്യുതി, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ചാലകത്തിൽ കൂടി ഇങ്ങനെ വൈദ്യുതി ഒഴുകുന്നു, ആ ഒഴുക്കിനെ വിളിക്കുന്ന പേര് വൈദ്യുത പ്രവാഹം. ഐ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ ചാലകത്തിലൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ ഇവിടെ ഈ ചാലകം എന്ത് ചെയ്യും, ഇലക്ട്രോൺസുകളെ തടയാൻ നോക്കും അല്ലേ. അപ്പം അത് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കേട്ടോ. റെസിസ്റ്റ് ആർ, അതാണ് ആർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരാളിങ്ങനെ നടന്നു പോവുകയാണെന്ന് വെച്ചോ, അമ്മു നടന്നു പോകുമ്പം അക്കു അമ്മുവിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കും അല്ലേ. അങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കുന്ന എത്ര സമയം വരെയും അക്കുവിനെ പിടിച്ചു നിർത്താൻ പറ്റും. മീൻസ് അമ്മു വഴക്ക് പറയുമല്ലോ, പിടിക്കാതെന്നും പറഞ്ഞ് വഴക്ക് പറയുമല്ലോ. അപ്പം ആ വഴക്ക് പറയാൻ സ്റ്റേജ് വരെ എത്ര സമയം എടുക്കും അമ്മ വഴക്ക് പറയാൻ, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഇവിടെ അമ്മു നിൽക്കുന്നു, അക്കു വന്ന് അമ്മുവിനെ പിടിച്ച് വലിക്കുന്നു. അപ്പൊ ആദ്യമൊക്കെ വിടാൻ എന്നൊക്കെ അമ്മു പറയും. അപ്പോൾ അക്കു വിടുന്നില്ല. പിന്നെ അമ്മ എന്ത് ചെയ്യും, വഴക്ക് പറയും, ചൂടാവും അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അമ്മു എന്ത് പറഞ്ഞില്ല, വഴക്ക് പറഞ്ഞില്ല. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം അമ്മ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു. അപ്പം ആദ്യത്തെ പ്രാവശ്യം പറയാത്തത് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു മിനിറ്റ് എടുത്തെന്ന് വെച്ചോ. 1 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴാണ് അക്കു പിടിച്ചിടം തൊട്ട് 1 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴാണ് അക്കു എന്ത് ചെയ്യുന്നേ, വഴക്ക് പറയുന്നത്, ചൂടായത്. അപ്പോൾ ആ 1 മിനിറ്റ് സമയം പിടികിട്ടിയോ. അതായത് അമ്മുവിനെ ചൂടാക്കാൻ അക്കുവിന് 1 മിനിറ്റ് സമയം വേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ. ഇങ്ങനെ ഒരു കമ്പി കൂടെ പോവായിരുന്നു, ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു.
അപ്പോൾ ഈ കമ്പി തന്നെ ഇലക്ട്രോൺസിനെ പിടിച്ചു നിർത്താൻ നോക്കും. പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ഉറപ്പായും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ചൂടാവത്തില്ലേ? ആ താപം പുറപ്പെടുവിക്കാൻ തുടങ്ങും. അപ്പം ഈ താപം എത്ര സമയം കൊണ്ടാണ് ഇത് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ടി സെക്കൻഡ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോയി ടീച്ചറിനോട് ചോദിക്കണം എന്താണ് ജൂൾ നിയമം. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന പോലെ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല, തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തണം. ഓക്കെ, അപ്പം അടുത്ത പോയിന്റ് എഴുതിക്കോ. ജൂൾ നിയമം. എൻ്റെ മൗസ് വർക്കല്ല, അല്ലെങ്കിൽ എഴുതായിരുന്നു. ജൂൾ നിയമം കിട്ടിയാ? ഓക്കെ, പിന്നെന്താ ഉള്ളേ? പിന്നെ ഇതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ഇതൊന്നും വായിക്കാനുള്ള സമയം. സർക്യൂട്ടിലെ പ്രതിരോധം, കറണ്ട് പ്രവഹിക്കുന്ന സമയം, വരുന്ന മാറ്റൽ താപത്തിൻ്റെ അളവ് സ്വാധീനിക്കുന്നെന്ന് മനസ്സിലായി. സർക്യൂട്ടിലെ പ്രതിരോധം, കറണ്ട്, വൈദ്യുതി പ്രവഹിക്കുന്ന സമയം എന്നിവയിൽ വരുന്ന മാറ്റം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലായി എന്നും പറഞ്ഞാണ് അത് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. ജൂൾ നിയമപ്രകാരം ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവും കറണ്ട്, പ്രതിരോധം, സമയം എന്നിവയുള്ള ബന്ധം നിരീക്ഷിച്ചറിയാനായി ഒരു പരീക്ഷണത്തിൽ ഏർപ്പെടാം. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. പരീക്ഷണം നമ്മൾ പഠിച്ചാൽ പോരാ, നമ്മൾ ചെയ്താണ് പഠിക്കേണ്ടത്. അപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന 200 ml ബീക്കറുകൾ എടുക്കുക. ഇവയിൽ 100 ml വീതം ജലം എടുക്കുക. PQ എന്ന് ഒരു നിക്രോൺ കമ്പിയാണ്. അതേ നീളവും വണ്ണമുള്ള ചെമ്പ് കമ്പിയാണ് RS. തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് എയിലെയും ബിയിലെയും ജലത്തിൻ്റെ താപനില അളന്ന് നോക്കുക. സ്വിച്ച് ഓൺ ചെയ്ത് ഓക്കെ, അതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം പഠിക്കും. ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടാൻ ഇല്ല എന്ന്. കാരണം ഈ പരീക്ഷണമൊക്കെ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചുമ്മാ ഇരുന്ന് പറയാനാണെങ്കിൽ ഒരു കുന്തവും മനസ്സിലാകത്തില്ല. പിന്നെ കണക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ താപം ഉണ്ടാക്കണമെങ്കിൽ അവിടെ കറണ്ട് ഒഴുകണം. കറണ്ട് ഒഴുകിയാൽ മാത്രം പോരല്ലോ, ആ കറണ്ടിനെ തടയാൻ ശ്രമിക്കണം അല്ലേ? തടഞ്ഞാലല്ലേ അത് ചൂടാകത്തുള്ളൂ. ഇനി ആ ചൂടാകാൻ എത്ര സമയമെടുക്കും, അങ്ങനെ സമയവും വേണം. ആ രീതിയിൽ ഇക്വേഷൻ പഠിക്കണം. പഠിച്ച പിടികിട്ടിയോ? ജൂൾ നിയമത്തിൻ്റെ ഇക്വേഷൻ മനസ്സിലായോ? എന്തായിരുന്നു ജൂൾ നിയമത്തിൻ്റെ ഇക്വേഷൻ? ചൂടാകുന്ന ഇക്വേഷൻ. ചൂടാകുന്ന നിയമമാണ് എന്തോന്ന്? ചൂടാകുന്ന ജൂൾ നിയമം എന്ന് പറയും. ചൂടാകുന്നത് എങ്ങനെയാണ് ചൂടാകണ്ടേ? നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നു അല്ലേ? നടന്നു പോകുമ്പോൾ നമ്മളെ ആരെങ്കിലും പിടിച്ചു നിർത്തണം. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നതിനെ നടക്കുന്നതിൻ്റെ ഒഴുക്ക് എന്ന് പറയാം അല്ലേ? നടക്കുന്നതിൻ്റെ ഒഴുക്ക്. ഒഴുകി നടന്നിരുന്ന നമ്മളെ വേറൊരാൾ വന്ന് പിടിച്ചു നിർത്തുന്നു. പിടിച്ചു നിർത്താൻ നോക്കും. അപ്പോൾ അവിടെ എന്തായി? പ്രതിരോധം അല്ലേ? പ്രതിരോധമായി. അപ്പോൾ ആദ്യത്തെയൊക്കെ 1-2 വട്ടം നമ്മൾ ചിലപ്പം ക്ഷമിക്കും, വഴക്കൊന്നും പറയത്തില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ വഴക്കിടുന്നു, അല്ലെങ്കിൽ ചൂടാവുന്നു. ചൂടാവുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ചൂടാവാൻ എടുക്കുന്ന സമയം അതാണ് ടി. പിടികിട്ടിയോ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഏതിന് വേണം? ചൂട് എന്ന് പറയുന്ന ഹീറ്റിന്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. ഐ എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ്. I². അപ്പോൾ ഒഴുകുമ്പോൾ എന്ത് ചെയ്യും? തടയണ്ടേ? അപ്പോൾ 6 എഴുതി. തടയാൻ സമയം വേണ്ടേ? അപ്പോൾ T എഴുതി. അങ്ങനെ പഠിക്കുക. വൈദ്യുതി പ്രതിരോധം സമയം. H എന്ന് പറഞ്ഞാൽ താപം. ഈ താപം ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. താപം ഉണ്ടാക്കണമെങ്കിൽ ആര് പോകണം? വൈദ്യുതി ഒഴുകണം അല്ലേ? വൈദ്യുതി ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കണം? അതിനെ തടസ്സപ്പെടുത്തണം. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യണം. ഇനി തടസ്സപ്പെടുത്തിയാൽ മാത്രം മതിയോ? ഇച്ചിരി നേരം തടസ്സപ്പെടുത്തണ്ടേ? അതാണ് സമയം. എത്ര നേരം തടസ്സപ്പെടുത്തണം?
ആ അപ്പോൾ ഇത് മൂന്നും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ ആര് കിട്ടും? അവിടെ ഉണ്ടാകുന്ന താപം എത്രയാണെന്ന് കിട്ടും. ആ പിടികിട്ടിയോ? ആ ആ ചോദ്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് താപം കിട്ടും. ആ അത് അതിനനുസരിച്ച് ചെയ്ത് പഠിക്കുക. ആ പിന്നെ ക്രമീകരണ സർക്യൂട്ടുകളിൽ ഇതിനകത്തേക്ക് ശ്രേണി അത് ഞാൻ പറയാൻ വന്നതാ. ശ്രേണി രൂപത്തിലും പാരലൽ രൂപത്തിലും. പാരലലിൻ്റെ മലയാളം എന്തുവാ? സമാന്തര രീതി, പാരലൽ കണക്ഷൻ കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം? ഈ പറയുന്ന രീതിയിൽ സർക്യൂട്ടുകൾ സെറ്റ് ചെയ്യാം. പാരലലായിട്ടും സെറ്റ് ചെയ്യാം, സീരീസ് ആയിട്ടും സെറ്റ് ചെയ്യാം. പിടികിട്ടിയോ? ഓക്കെ. ഒത്തിരി പറയുന്ന പോലെ ആയി പോകുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ഇനി സമാന്തര രീതിയും ശ്രേണി രീതിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതിനുശേഷം വൈദ്യുത താപഫലം ഉപയോഗങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സുരക്ഷാ ഫ്യൂസ്, അതിൻ്റെ ഉപയോഗം, വൈദ്യുത പവർ, അതിൻ്റെ ഉപയോഗം, ബൾബ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പം നമുക്ക് ബൾബ്, ഒരു LED ബൾബ് കത്തിക്കാനായിട്ട് ഒരു ബാറ്ററിയും LED ബൾബും മതിയാവും. അതേപോലെ ഞാൻ ഇടയ്ക്കൊരു പ്രോഡക്റ്റിൻ്റെ മനസ്സിൽ വന്നതാണ്. നമ്മൾ കമ്മലൊക്കെ ഇടത്തില്ലേ? ഈ കമ്മല് നമ്മുടെ ഉടുപ്പിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ചുമല ഉടുപ്പാടുന്നെങ്കിൽ ചുമല കമ്മലിടാൻ നോക്കും അല്ലേ? അങ്ങനെ ഇടുവോ? ഇല്ല, അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചാകുന്ന കമ്മലിടാൻ നോക്കും. അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ എത്രയും ഡ്രസ്സ് ഉണ്ടോ അത്രയും കളറിലുള്ള കമ്മൽ വാങ്ങിച്ചു വെക്കേണ്ടി വരും. അപ്പം ഞാൻ കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് കമ്മലിനെ ഒന്ന് ആലോചിച്ചു. അത് വൈദ്യുത പ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനങ്ങ് പറയുകയാണ്. സ്മാർട്ട് കമ്മൽ, ഒരു കമ്മൽ, ആ കമ്മലിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കളർ മാറ്റാൻ പറ്റും എന്ന് വിചാരിച്ചു. എന്ത് മാറ്റാൻ പറ്റും? കളർ മാറ്റാൻ പറ്റും. കിട്ടിയാ? അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സാണോ ആ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം? കളർ മാറ്റാം. അതിപ്പം കമ്മലിനും പറ്റും. അത് കമ്മലാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പം പറയുവാണെങ്കിൽ കമ്മലിനകത്ത് പറ്റും, മാലയ്ക്കകത്ത് പറ്റും, വളയ്ക്കകത്ത് പറ്റും അല്ലേ? നമ്മളിടുന്ന ചെരുപ്പിനകത്ത് പറ്റും. പിന്നെന്തൊക്കെയാണോ നമ്മൾ വള, മാല, കമ്മൽ, ചെരുപ്പ്, പിന്നെന്തൊക്കെയാണ്? ഓക്കെ. അപ്പോൾ അതെല്ലാം എന്താണ്? സ്മാർട്ടാക്കാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒറ്റ കമ്മൽ വാങ്ങിച്ചാൽ മതി അല്ലേ? ഏത് ഡ്രസ്സ് ഇട്ടാലും പിന്നെ മോഡല് ഒറ്റ മോഡലായി പോകുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ മോഡൽ മാത്രം മാറ്റിയാൽ മതി. കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നല്ല കമ്മലല്ലേ? സൂപ്പർ അല്ലേ? അപ്പോൾ അതേപോലെയൊക്കെ ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഒക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മൽ കണ്ടുപിടിച്ചോ. ഞാൻ ഐഡിയ തന്നു. അപ്പോൾ ശരി. അപ്പോൾ നാളത്തേക്ക് നമ്മുടെ ഈ സംശയങ്ങളെല്ലാം ചോദിച്ച് ഓക്കെ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി എഴുതണം കേട്ടോ. ഒന്നാമത്തെ പാഠം വൈദ്യുത പ്രവാഹം. അപ്പം വൈദ്യുതി എന്താണെന്ന് എഴുതണം. ഇലക്ട്രോൺസുകളുടെ ഒഴുക്ക് മൂലം ഉണ്ടാകുന്ന എന്താണ് ഒരു എനർജി രൂപമാണ് വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി അല്ലേ? അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ്. അപ്പോൾ ആ ഇന്നലെ നമ്മൾ പഠിച്ചതും ഇന്ന് പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ പോയിന്റുകൾ എഴുതണം. ഞാൻ ഒരു പ്രാവശ്യം പോയിന്റ് എഴുതി കാണിച്ചില്ലേ? ഒന്നാമത്തെ പോയിന്റ് വൈദ്യുതി, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇലക്ട്രോൺസ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തെ പോയിന്റ് പിന്നെന്തായിരുന്നു? ഇലക്ട്രോൺസുകളുടെ ഒഴുക്ക് പറഞ്ഞു, ട്രാൻസ്ഫോമർ പറഞ്ഞു അല്ലേ? പിന്നെന്താ പറഞ്ഞേ? ട്രാൻസ്ഫോമർ പറഞ്ഞു, പിന്നെ ഡാം,
പിന്നെന്തുവാ കാറ്റാടി മരം, ഏ കാറ്റാടി ഇത്, കാറ്റാടി, പിന്നെ പിന്നെ കടൽ തീരം, മറ്റേ കടൽ തുറമുഖ കടൽ തീരം. തിരമാല വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ? അതിന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിരുന്നു. ആ പിന്നെ പിന്നെന്തുവാ സോളാറ് അല്ലേ? ആ പിന്നെ ആ ഞാൻ ഇന്നൊരു വീഡിയോ അയച്ചു തന്നിട്ടില്ലേ? ആ ആ അതെന്തുവായിരുന്നു സംഭവം? ഇതാണ്ട് ഇങ്ങനൊരു യന്ത്രം. ഇത് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. നമ്മുടെ ഈ എന്താണ് ഈ ഡാമിലൊക്കെ ആ കണ്ടോ ഇങ്ങനെ ഒരു സംഭവം കത്തുന്നുണ്ടോ? ആ സ്ക്രീൻ കാണാവോ? ആ അപ്പോൾ ഇതിങ്ങനെ കത്തുന്നുണ്ടോ? അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ ചുമ്മാ ഒന്ന് കറക്കി കൊടുത്താൽ മതി, പിന്നെ അത് തനിയേ അങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ നമ്മൾ ഡാമിലൊക്കെ ഈ വെള്ളം വീഴുമ്പോൾ ഇതേപോലെ ഒരു ടർബൈൻ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമെന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ അങ്ങനെ ഈ ടർബൈൻ സ്ഥിരമായിട്ട് അങ്ങ് കറങ്ങിക്കൊണ്ടിരുന്നാൽ ആ പിന്നെ നമ്മൾ ഡാമിലെ വെള്ളം ഉപയോഗിക്കണ്ടല്ലോ. ആ അപ്പോൾ ഇങ്ങനെ ഇതിപ്പം ഇതിപ്പോൾ 2-3 ടൈപ്പ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതൊരു മോഡൽ, ഇത് തന്നെ പല മോഡലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടോ കത്തുന്നുണ്ടോ? അതിനെ അത് ഉണ്ടാക്കുന്നതും കാണിച്ച് തരുമെന്ന് തോന്നുന്നു പുള്ളി. എന്തായാലും പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്കും പരീക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. എങ്ങനെയൊക്കെ കറണ്ട് ഉണ്ടാക്കാം. അങ്ങനെ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ പിന്നെ KSBയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ ഇതേപോലെ വലിയൊരു സാധനം എടുത്ത് വെച്ചിട്ട് ഒരു 4 സ്പ്രിങ്ങും കൂടെ സംഘടിപ്പിച്ച് എന്ത് ചെയ്യുക, രാവിലെ എണീറ്റൊന്ന് രാവിലെ എണീറ്റ് കറക്കിയാലും മതി, അല്ലെ വൈകിട്ട് കറക്കിയാലും മതി, ഇല്ലേ? കറണ്ട് ആവശ്യമുള്ളപ്പോൾ കറക്കുക. അപ്പോൾ ഇത് കറങ്ങും, കറണ്ട് വരും, ബൾബും കത്തും, എല്ലാം കത്തും. അത് ഒരു ആശയമാണ്. അപ്പം അങ്ങനെ ചുമ്മാ നമ്മൾ പരീക്ഷിച്ചൊക്കെ നോക്കണം. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ആശയം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ഡാം, കാറ്റാടി, കടൽ തീരം, സോളാറ്, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടി ചേർത്തോണ്ടിരിക്കണം നമ്മൾ ഓർക്കുന്ന പോലെ കേട്ടോ. പിന്നെ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? പിന്നെ ട്രാൻസ്ഫോമർ വോൾട്ടേജ് അല്ലേ? വോൾട്ടേജ് കൂട്ടിയത് കുറയ്ക്കുന്നു, കുറഞ്ഞത് കൂട്ടുന്നു എന്നുള്ള പരിപാടിയായിരുന്നു അതേ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞോ? പിന്നെ ഇന്ന് പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഊർജ രൂപങ്ങൾ അല്ലേ? ഊർജത്തിന് പല രൂപങ്ങളുണ്ടെന്ന് മനസ്സിലായി. അതിന് ഊർജ സംരക്ഷണ നിയമം അല്ലേ? ഇവിടെ ഊർജ രൂപങ്ങൾ എഴുതുക. ഊർജ സംരക്ഷണ നിയമം അത് എഴുതുക. പിന്നെ ജൂൾ നിയമം അല്ലേ? ജൂൾ നിയമം എന്തുവാ? ചൂടുണ്ടാക്കണം. ചൂടുണ്ടാക്കുന്നതാണ് ജൂൾ നിയമം. അതിനെന്തൊക്കെ വേണം? അതിന് ഇലക്ട്രോൺസുകൾ ഒഴുകണം അല്ലേ? അപ്പോൾ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ പ്രതിരോധിക്കണം. ആ പ്രതിരോധിക്കാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചിട്ട് ഐക്വേഷൻ പഠിക്കാൻ പറ്റും. അപ്പോൾ അത്തരം കണക്കുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി വേറെ വല്ലതും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഇതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാഠം പഠിക്കുന്നതിന് പകരം ഈ പോയിന്റുകൾ ഇങ്ങനെ വായിച്ചെന്നും കുറച്ച് നാൾ വായിച്ചിരുന്നാൽ മതി. പിടികിട്ടിയോ? എന്നിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ പോരാ, നമ്മളിങ്ങനെ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ സ്മാർട്ട് വാച്ച് എന്താണ്, ഇപ്പോൾ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, അതേപോലെ സ്മാർട്ടായിട്ടുള്ള കമ്മൽ, മാല, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കറണ്ട് വെച്ചിട്ട് അല്ലേ? അതിനകത്ത് നമ്മൾ ഈ കമ്മലിനകത്ത് ഒരു ബാറ്ററി ആയിരിക്കും ഇടുന്നത്. അപ്പം നമ്മൾ ബാറ്ററിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. എന്താണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ? രാസോർജമാണ് അല്ലേ? അപ്പം അതൊക്കെ ആലോചിച്ച് വെക്കാം. ഓക്കെ, എന്തായാലും തൽക്കാലം നമുക്ക് പിരിയാം.